മോനെ കടല് മോനെ കടല് മന്ത്രിയുടെ ഒപ്പം മരിച്ചല്ലേ അയാള് ശ്രീലങ്ക മന്ത്രിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ഈവനിങ്ങിൽ ഇങ്ങനെ റെഡി ആയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ഉണ്ട്. അതായത് നോമ്പ് മുറിയും തുറയും വേറെ എവിടെയല്ല, നമ്മളെ ഫാമിലിയിൽ തന്നെയാണ്. ഫാമിലി എല്ലാവരും കൂടിയിട്ട് തറവാട് നോമ്പ് മുറ സെറ്റ് ആക്കുന്നതാണ്. ഓരോരു ഫാമിലിയിലെ ആൾക്കാർ ഓരോരോ സ്നാക്സ് ആയിട്ട് വരണം. അപ്പൊ നമ്മള് സമൂസയാണ് ഏറ്റെടുത്തത്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കിയതാണ്. അതാണ് ആ ചാക്കിലുള്ളത്. അപ്പം എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. എന്തായാലും കുറച്ച് പോവാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റിന്റെ ദൂരമുണ്ട് ഇവിടുന്ന്, നമ്മളെ വീട്ടിൽ നിന്ന്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ എന്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കൂടി ചെയ്തേക്കണേ. ആക്ച്വലി ഈ തറവാട്ട് നോമ്പ് മുറ എന്റെ വീട്ടിലാന്ന് വെക്കല്. ശരിക്കും നമ്മളെ തറവാട് ഇപ്പം ഇല്ല. തറവാട് ഇപ്പം പൊളിച്ചിട്ടാന്നുള്ളത്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീട്ടിൽ വെച്ചത്. ഞാനും എനിക്ക് ശേഷമുള്ള ആൾക്കാരൊക്കെ ജനിച്ചത് എന്റെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തറവാട് ഒരു മെമ്മറി ആയിട്ടില്ല. കാരണം നമുക്ക് മുംബൈയിലെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായത്. പ്രാവശ്യത്തെ നോമ്പുറ ജസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചു. അതായത് എന്റെ വീട്ടിൽ നിന്നാക്കാതെ എന്റെ വീട്ടിൽ നിന്നാക്കാന്ന് വിചാരിച്ചു. കാരണം പിന്നെ വീടെടുത്ത് പോയത് കടപ്പുറാണ്. അപ്പൊ നമ്മളെ പ്ലാനിങ്ങിൽ ഉണ്ടായത് ബീച്ചിൽ നോമ്പ് മുറി ആക്കാന്ന്. മഗ്‌രിബ് നിസ്കരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് അവള് പറഞ്ഞു എന്റെ വീട്ടിലാക്കാന്ന്. കാരണം കടലിന്റെ സൈഡിൽ തന്നെയാണ് അവളെ വീടും വരുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. കാരണം ഇതിലൂടെ പോകുമ്പോൾ ഒരു മിനി ലക്ഷദ്വീപ് വൈബ് കിട്ടും. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ. കാരണം ആ കടലിലേക്ക് സൂര്യന് ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ ഈവനിങ് വൈബൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അവളെ വീട്ടിലേക്ക് എത്തി. ഇതാണ് നമ്മളെ നാസിം. ഇതിന്റെ ഉള്ളിൽ ആളുണ്ടാ? ആരുമില്ല ഗൈസ്. നമ്മൾ അവിടെ എത്തിയ ടൈമിൽ കുറച്ച് ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബി കാസർഗോഡ് നിന്നാണ് വരേണ്ടത്. അപ്പൊ അവരൊക്കെ എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുന്ന ടൈമിൽ വിചാരിച്ചു എല്ലാം ഫുള്ള് സെറ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ പുറത്താണ് മൊത്തം വേറെ കാണുന്നത് പണിയെടുത്തോണ്ടുള്ളത്. പിന്നെ നമ്മള് ആസ് യൂഷ്വൽ വീഡിയോഗ്രാഫർ ആണല്ലോ. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടാവും. എന്റെ മെയിൻ ആയിട്ടുള്ളത് ഇങ്ങനെ വീഡിയോ എടുക്കലാണ്. എല്ലാവരും ഫ്രെയിമിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കും. ഇല്ലെങ്കിൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ മൊത്തം പരാതിയായിരിക്കും. കുറച്ച് ആൾക്കാരൊക്കെ വന്നോണ്ടുണ്ട്. ഉള്ളിൽ മൊത്തം സ്നാക്സും വെള്ളത്തിന്റെ പരിപാടിയാണെങ്കിൽ നമ്മള് പുറത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്. ഉള്ളിൽ കയറിയ ടൈമിൽ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് പ്ലേറ്റിലൊക്കെ അപ്പങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വെള്ളവും റെഡി ആവുന്നുണ്ട്. ഏകദേശം നോമ്പ് മുറിക്കാനുള്ള ടൈം എടുത്തോണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ലാസ്റ്റ് മൊമെന്റില് ഒരു ഹറിബറി ആണെങ്കിലും ബാങ്ക് കൊടുക്കുന്ന ടൈമില് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. അവിടെയുള്ള ആൾക്കാരൊക്കെ ഒത്തുപിടിച്ച് റെഡിയായ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ പുറത്ത് സെറ്റ് ചെയ്ത് വരികയാണ്.
ബാങ്ക് ഇപ്പം കൊടുക്കുമെന്നുള്ള ടെൻഷനും ഉണ്ട്. ഹരിബറിയായിട്ട് അപ്പങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ വീഡിയോ ഫോട്ടോയും അതും വെക്കുന്നുണ്ട്. ബാങ്ക് ഇപ്പം കൊടുക്കുന്നു അറിയുന്ന ടെൻഷനിലാണ് നമ്മൾ ഹറിബറിയായിട്ട് എല്ലാം സെറ്റ് ആക്കിയത്. പക്ഷെ എന്താന്ന് വെച്ചാൽ സെറ്റ് ആക്കിയതിന് ശേഷം അതിന്റെ മുമ്പിൽ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും എത്ര പെട്ടെന്നാന്നല്ലേ നോമ്പ് തീർന്നത്. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴത്തേക്ക് 1 മന്ത് കഴിഞ്ഞു. ശരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ താഴെയാണ് ഇരുന്നത്. താഴെ ഇരിക്കാൻ വേണ്ടി പറ്റാത്തവർക്കാണ് ടാബിൾ സെറ്റ് ആക്കിയത്. ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് ക്ഷമന്റെ നെല്ലിപ്പലക അളകിയെന്ന് തന്നെ പറയാം. കാരണം സെറ്റ് ആക്കുന്ന ടൈമിൽ ഇപ്പം ബാങ്ക് കൊടുക്കുന്നില്ല രീതിയിലേനും ഉണ്ടായത്. പിന്നെയാണ് ആ ചതി മനസ്സിലാക്കിയത്. നമ്മൾ കുറച്ച് നേരത്തെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായി. ബാങ്ക് കൊടുത്തോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലും ഉണ്ടായിരുന്നു. സിസ്റ്ററിനോട് പറയുന്നുണ്ടായതായിരുന്നു പിന്നെ ചിലപ്പോ ബാങ്ക് കൊടുത്തത് കേൾക്കാത്തതായിരിക്കുന്നു. അവള് പറഞ്ഞു പള്ളി ഇവിടെ അടുത്ത് തന്നെ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാണ്ടൊന്നും നിൽക്കൂല, അത്രയും ഒച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നു. കൊടുക്കുന്നത് കാണാനിട്ട് മക്കളൊക്കെ സ്വയം തന്നെ ബാങ്ക് വിളിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം വെയിറ്റ് ചെയ്ത് മടുത്തു എന്ന് തന്നെ പറയാം. ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ട് അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു ഗൈസ്. ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാരും അത്രയും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കൊടുത്തെന്ന് കേൾക്കുമ്പോ പിന്നെ മൊത്തം ബഹളം തന്നെയായിരുന്നു കഴിക്കേണ്ടത്. ശരിക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ എന്തൊക്കെയോ കഴിക്കണം എന്നുള്ള മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരിക്കും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എയർ ഫുള്ളാകും. എല്ലാവരുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് കഴിയുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റമദാൻ മാസം എന്ന് പറഞ്ഞാല്. കുറച്ച് സമയത്തെ നിസ്കാരവും റെസ്റ്റിന് ശേഷം മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഐസ്ക്രീം അവർക്കെല്ലാം കൊടുക്കാന്ന് വിചാരിച്ചു. ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കച്ചറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ പുറത്തു കൊണ്ടിട്ട് എല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തു. ഇപ്പൊ വീട്ടിന്റെ അകത്തുള്ള വലിയ ആൾക്കാർ പറഞ്ഞു നമുക്കും വേണം ഐസ്ക്രീം. അങ്ങനെ അവർക്കും ഐസ്ക്രീം കൊടുത്തു. പിന്നെ ഫുഡ് കഴിക്കാതെയാണ് ഐസ്ക്രീം കഴിക്കുന്നത്. നമ്മളെ വീടിന്റെ ഉടമസ്ഥലം. പിന്നില്ലേ ശരിക്കും കടപ്പുറം ആ ഭാഗം നല്ല ചൂടായിരുന്നു. നമ്മളെ നാട്ടിൽ ഇത്ര ചൂടില്ല. എനിക്ക് തോന്നുന്നു കടലിന്റെ സൈഡിലായോണ്ട് ഉപ്പുകാറ്റില്ലേ, അപ്പം അതായിരിക്കും ഇത്രയും ചൂട് ഉണ്ടാവാനുള്ള റീസൺ. കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടുന്ന് തറാവി നിസ്കരിച്ചു. പിന്നെ നിസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ പിന്നെ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് മടങ്ങി. എന്റെ ഭാബിയാണ് എന്നെ കളിയാക്കിയെന്ന് നീ ഒരു വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഇടും എന്നുള്ള രീതിയിൽ. ഗൈസ് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.